to Silly Pilly with Dr. Gayatri. ബോഡി ഷേമിങ്ങിന്റെ കാര്യമായാൽ പോലും ഞാൻ അവരുടെ ഒരു സൗന്ദര്യ സങ്കല്പത്തില് നിൽക്കാത്തപ്പോൾ അവരെന്നെ ഷെയിം ചെയ്തു. എനിക്കതറിയില്ല. അങ്ങനെ ഞാൻ അഗ്ലി ആണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ മാത്രം കാഴ്ചപ്പാടാണ്. ഇത് മാറ്റേണ്ടത് അവരുടെ കാഴ്ചപ്പാടുമാണ്. അവരെന്നെ ഹറാസ് തോന്നിയത് ഹോമോ ഇറക്ടക്സ് എന്നുള്ളൊരു വാക്കായിരുന്നു. അതായത് ഒരു പ്രൈമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ, കേവുമാന്റെ ആ ടൈമിലുള്ള ഒരു ഹ്യൂമന്റെ പേരുമായിട്ട് കമ്പയർ ചെയ്തു. കാരണം അവർ പറഞ്ഞത് നിനക്ക് ബുദ്ധിയില്ല എന്നായിരുന്നു. എന്റെ ബുദ്ധി അവരെങ്ങനെ അളന്നതെന്ന് എനിക്കറിയാം. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സെക്ഷുവാലിറ്റി. ആൻഡ് ഒരു വ്യക്തിനെ പെഡോഫൈൽ എന്ന് വിളിച്ചതോ, പിന്നെ എന്നെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വിളിച്ചിട്ടുണ്ട്, ലെസ്ബിയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ബട്ട് ഇതൊക്കെ വിളിച്ചിട്ട് ലെസ്ബിയൻ ആണെന്ന് ചോദിക്കുന്നതിലല്ലായിരുന്നു എനിക്ക് കുഴപ്പം. ലെസ്ബിയൻ കുട്ടികൾക്ക് പേടിയായിരുന്നു എന്റെ അടുത്തിരിക്കാൻ. കാരണം ഞാൻ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യും. കാരണം അവരുടെ വിവരമില്ലായ്മയാണ് അവരുടെ ട്രാൻസ്ജെൻഡേഴ്സുമായി. സ്കൂളിലും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നാണെങ്കിലും കൂടെയുള്ള സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നൊക്കെ ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് എനി കൈൻഡ് ഓഫ് നെഗറ്റീവ് റിമാർക്സ്? ഈ ഇപ്പൊ മെന്റൽ ഹെൽത്തിനെ അല്ലാതെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കത്തക്ക രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കൺസേൺസ് ഡു യു വോണ്ട് ടു ഷെയർ വിത്ത് ദി ഓഡിയൻസ്? യെസ്. വെൻ ഐ വാസ് ഇൻ 10th എന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും അവരുടെ സബ്ജക്റ്റിൽ ഭയങ്കര സ്കിൽഡ് ആയിരുന്നു പഠിപ്പിക്കാൻ. ബട്ട് സ്റ്റിൽ അവർക്കൊരു കുട്ടി എങ്ങനെ ഫീൽ ചെയ്യുന്നു ഒന്നും അറിയില്ല. ബോഡി ഷേമിങ്ങിന്റെ കാര്യമായാൽ പോലും ഞാൻ അവരുടെ ഒരു സൗന്ദര്യ സങ്കല്പത്തില് നിൽക്കാത്തപ്പോൾ അവരെന്നെ ഷെയിം ചെയ്തു. എനിക്കതറിയില്ല. അങ്ങനെ ഞാൻ അഗ്ലി ആണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ മാത്രം കാഴ്ചപ്പാടാണ്. ഇത് മാറ്റേണ്ടത് അവരുടെ കാഴ്ചപ്പാടുമാണ്. അവരെന്നെ ഹറാസ് ചെയ്തിട്ടുണ്ട്. എന്നെ മെയിൻ ടീച്ചേഴ്സ് ഹറാസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്കിതിലെല്ലാം തോന്നുന്നത് അവർക്ക് ലാക്ക് ഓഫ് എമ്പതിയാണ്. ഒരു കുട്ടി എങ്ങനെ ഫീൽ ചെയ്യുന്നല്ല, ഒരു ഈഗോ ക്ലാഷ് പോലെയായിരുന്നു നടന്നത്. അവർക്ക് എന്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കണം. ആർഗ്യുമെന്റ് ജയിക്കാൻ വേണ്ടി ബോഡി ഷേമിങ് അവർ എടുത്തിടുമായിരുന്നു. അവർ ഫിസിക്കലായിട്ട് ശരിക്കും ഫിസിക്കൽ പണിഷ്മെന്റ് ബാൻഡ് ആയിരുന്നെങ്കിൽ പോലും അവർ അത് ഉപയോഗിച്ചിരുന്നു. Can you tell me some of the harsh comments that people have called you, people have bully ചെയ്ത് ഉപയോഗിച്ച ചില നെയിംസും കാര്യങ്ങളൊക്കെ പറയാമോ? യെസ്. ഈ നെയിംസ് എല്ലാം ഒരു നല്ല വാക്കുകളല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടായിട്ട് തോന്നിയത് ഹോമോ ഇറക്ടക്സ് എന്നുള്ളൊരു വാക്കായിരുന്നു. അതായത് ഒരു പ്രൈമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ, കേവുമാന്റെ ആ ടൈമിലുള്ള ഒരു ഹ്യൂമന്റെ പേരുമായിട്ട് കമ്പയർ ചെയ്തു. കാരണം അവർ പറഞ്ഞത് നിനക്ക് ബുദ്ധിയില്ല എന്നായിരുന്നു. എന്റെ ബുദ്ധി അവരെങ്ങനെ അളന്നതെന്ന് എനിക്കറിയില്ല. ആ കമന്റ് കാരണം എന്റെ ഒരു 1 ഇയർ ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു. സെക്കൻഡ് കമന്റ് എന്ന് പറഞ്ഞത് അത് ഹോമോഫോബിയയുമായിട്ട് ബന്ധപ്പെട്ടത്. ഹോമോഫോബിയ, LGBTQA+ പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇങ്ങനെയെന്ന് നമ്മൾ വിചാരിക്കും. എക്സാമ്പിൾ ഷോർട്ട് ഹെയർ കളർ ചെയ്തവര്, അല്ലെങ്കിൽ ഭയങ്കര മാസ്കുലിൻ ആയിട്ട് ഡ്രസ് ചെയ്യുന്നവര്. ബട്ട് അങ്ങനെയല്ല. അങ്ങനെ ഒരു LGBTQ ഒരാൾ, ഞാൻ ചിലപ്പോൾ ലെസ്ബിയൻ ആകാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആകാം. പക്ഷെ ഇതൊന്നും എന്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ കൂടെ വിലയിരുത്തേണ്ട കാര്യങ്ങളല്ല. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ഹേർട്ട്ഫുൾ ആയ കമന്റ് ആണ് പെഡോഫൈൽ എന്നത്. Which has nothing to do with sexuality, അല്ലേ? Yes. It has nothing to do with sexuality. And ഒരു വ്യക്തിനെ പെഡോഫൈൽ എന്ന് വിളിച്ചതോ, പിന്നെ എന്നെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വിളിച്ചിട്ടുണ്ട്, ലെസ്ബിയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ബട്ട് ഇതൊക്കെ വിളിച്ചിട്ട് ലെസ്ബിയൻ ആണെന്ന് ചോദിക്കുന്നതിലല്ലായിരുന്നു എനിക്ക് കുഴപ്പം. ലെസ്ബിയൻ ആണെന്നും പറഞ്ഞിട്ട് എന്റെ ഫുഡൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, എന്റെ ബെഞ്ചിൽ ഇരുത്താതെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു എന്റെ പ്രോബ്ലം. ബട്ട് അതെന്റെ ചുറ്റുമുള്ള അഡൾട്ട്സിനോടോ ടീച്ചേഴ്സിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു തള്ളും. കാരണം നിന്റെ അപ്പിയറൻസ് ഇങ്ങനെ ആയിട്ടല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് മാറ്റേണ്ടത് അവരുടെ കാഴ്ചപ്പാടല്ല, എന്റെ അപ്പിയറൻസ്. യെസ്. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഭയങ്കര ടു ബോയിഷ് ആയിരുന്നു. അതായത് എന്റെ ഷോർട്ട് ഹെയർ എനിക്ക് എന്നാ ഇതിലും ലോങ് ഹെയർ ആണ് ഉണ്ടായിരുന്നത്. സ്റ്റിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഐ എം ടു ബോയിഷ് ഫോർ എ സ്കൂൾ, അല്ലെങ്കിൽ ഫോർ എ ഗേൾ സ്കൂൾ എന്താ സ്കൂൾ വേർ ഓൺലി ഗേൾസ്. അത് കാരണം ഞാൻ ഭയങ്കര ബോയിഷ് ആയിരുന്നു എന്ന് പറയുമായിരുന്നു. പിന്നെ എന്റെ ഫേസ് കട്ട ബോയ്സിന്റെ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അതായത് പീപ്പിൾ വാസ് ഷെയർഡ് അബൌട്ട് മീ. കാരണം കുട്ടികൾക്ക് പേടിയായിരുന്നു എന്റെ അടുത്തിരിക്കാൻ. കാരണം ഞാൻ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യും. കാരണം അവരുടെ വിവരമില്ലായ്മയാണ്. അവരുടെ ട്രാൻസ്ജെൻഡേഴ്സ് ഭയങ്കര വയലന്റ് ആണ്, ലൈക്ക് എന്താ പറയുക, ഒരു സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരുപാട് തോട്ട്സ് ഉണ്ട് അവരുടെ കയ്യിൽ. ആ തോട്ട്സ് കാരണം തന്നെയാണ് ഞാൻ എന്നോട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടതും. അതായത് ഒരു ആസ് എ വ്യക്തി എനിക്ക് കിട്ടേണ്ട കുറെ റൈറ്റ്സ് ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ആയാലും എനിക്ക് ഫുഡ് കഴിക്കാനുള്ള റൈറ്റ്സ് വരെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഫുഡ് കഴിക്കണ്ട എന്നും പറഞ്ഞ് ഫുഡൊക്കെ എടുത്ത് കളഞ്ഞവരും ഉണ്ട്.
പിന്നെ നമ്മുടെ പ്രശ്നം ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം ഹോമോ സെക്ഷൽ ആയിട്ടോ അല്ല. നമ്മുടെ പ്രശ്നം നമ്മളെ എങ്ങനെ വിളിച്ചു എന്നുള്ളതല്ല. നമ്മുടെ പ്രശ്നം നമ്മുടെ ബേസിക് റൈറ്റ്സ് വേറെ എല്ലാ മനുഷ്യരെ പോലെ ജീവിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് അതാണ് നമ്മുടെ എന്റെ പ്രോബ്ലം. ആ കാരണം ഇപ്പൊ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നെങ്കിൽ അവരെന്നെ ഇപ്പൊ എന്നെ അംഗീകരിക്കുന്നത് പോലും ചിലവര് പോലും എന്നെ ഇപ്പൊ അംഗീകരിക്കാതിരുന്നേനെ. കാരണം അവരുടെ ഉള്ളിലുള്ള ഹെയ്റ്റ് ആണ്. ഈ ഹെയ്റ്റ് എന്റെ അഭിപ്രായത്തിൽ വെറും വിവരമില്ലായ്മ മാത്രമാണ്. ജസ്റ്റ് ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയ്റ്റ് മാറും. ഓൾസോ ഇത് ബേസിക് നോളജ് ഇല്ലെങ്കിലും എല്ലാവരും ജീവിക്കട്ടെ, ആരും ആർക്കും ഉപദ്രവം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ലോകത്ത് എല്ലാ മനുഷ്യനും ജീവിച്ചോട്ടെ എന്ന് മാത്രം വിചാരിച്ചാൽ മതി അല്ലെ? എന്നോട് കുറെ കുട്ടികൾ പറഞ്ഞൊരു കമന്റ് ആണ്, നീ സ്കൂളിൽ വരണ്ട, മഴവിൽ അങ്ങ് ആകാശത്ത് മതിയത്. എനിക്ക് അറിയില്ലാത്തത് അത് പറയാൻ ഇവരാരാ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. മഴവിൽ എന്ന് വിളിക്കുന്നത് തന്നെ അത് എത്രമാത്രം ഒരു എന്താ പറയാ ഇൻസൾട്ടിങ് ആയിട്ടുള്ള രീതിയിലാണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അറിവ് പോലും ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ? ആ മഴവിൽ അങ്ങ് ആകാശത്ത് മതി. അപ്പൊ ഞാൻ ചോദിച്ചത് പറയാൻ നിങ്ങൾ ആരാ? അവർക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നീ പെഡോഫൈലല്ലേ, നീ ഒന്നും മിണ്ടണ്ട. ഇതെല്ലാം വിവരമില്ലായ്മയാണ്. സോ ഇത്തരം കമന്റ്സും ഇത്തരം ആൾക്കാരുമായിട്ടുള്ള എൻകൗണ്ടറുകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ അനുഭവിച്ച, കെൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് ദ സിംറ്റംസ് ദാറ്റ് യു ഹാവ് എന്താ പറയുക എക്സ്പീരിയൻസ് ഓൾ ദിസ് ഇയേഴ്സ് വിച്ച് മെയ്ഡ് യുവർ ലൈഫ് ഡിഫിക്കൽട്ട്? നമ്മുടെ ലൈഫ് ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ബുള്ളി ചെയ്തവരിലും മോസ്റ്റ് ഓഫ് ദമാർ കുട്ടികളായിരുന്നു. പിന്നെ കുറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇത് പ്രോബ്ലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വരെ എന്നെ ടൈപ്പ് ഓഫ് ട്രാൻസ്ജെൻഡർ എന്നോ പെഡോഫൈൽ എന്നോ വിളിക്കുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ അന്നത്തെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ടീച്ചേഴ്സ് ആണ് ഒരു അറിവുള്ള ഒരു വ്യക്തി. ആ വ്യക്തികൾ തന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഐ തോട്ട് ഐ വാസ് ദ റോങ് വൺ. അങ്ങനെ ഞാൻ കുറെ ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അവരെ പോലെ എങ്ങനെ ഗേൾ ആകാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഡൗട്ട് അടിച്ച ടൈമുകളുണ്ട് ഞാൻ പെഡോഫൈൽ ആണോ എന്ന്. ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. ആ സാധനം ഒക്കെ ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തിനെ ഡൗൺ ആക്കുകയാണ് ചെയ്തേക്കണത്. എനിക്ക് ഒത്തിരി തോട്ട്സ് ഉണ്ടാവാറുണ്ട്, അതായത് ഹൗ ടു എൻഡ് ദിസ്. ബട്ട് എനിക്കൊരു വഴി ഉണ്ടായിരുന്നില്ല ഒന്നും എൻഡ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഓർത്തു എഡ്യൂക്കേറ്റ് ചെയ്യാം എന്റെ ചുറ്റുമുള്ളവരെ. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ. ബട്ട് അവരെല്ലാവരും പറയുന്നത് മഴവില്ലാണ് ആകാശത്ത് മതി, നീ മഴവില്ലല്ലേ. ദെൻ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി എനിക്കൊരു കാര്യമുണ്ട്, പഞ്ചവർണ്ണ തത്ത. അവരെന്നെ വിളിച്ചോണ്ടിരുന്ന വേർഡാണ്. എന്ത് വിവരമില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ഞാനാണ് ഇവിടുത്തെ റോങ് വണ്ണെന്ന്. മേ ബി എന്റെ അപ്പിയറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി എന്റെ ദ വേ മൈ വോയിസ് സൗണ്ട്, അതൊക്കെ ആയിരിക്കാം ഞാൻ വിശ്വസിച്ച കാലം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ ഗ്രോ അപ്പ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി, എന്നെ ബുള്ളി ചെയ്ത ആ സ്കൂൾ മൊത്തം തെറ്റാണ്, ആ ടീച്ചേഴ്സും തെറ്റാണ്. നോ മാറ്റർ എത്ര ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെല്ലാം ചെയ്തത് തെറ്റാണ്. And I believe you have approached the authorities also, അല്ലെ? അതോറിറ്റീസിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഡു യു തിങ്ക് ആർ ദ എന്താ പറയാ മാറ്റങ്ങൾ ഇത്തരം ടീച്ചേഴ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനാണെങ്കിലും ഗവൺമെന്റ് എന്തൊക്കെ ഇംപ്ലിമെന്റേഷൻ, കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെക്ഷൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് തോന്നുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിൽ ഈ ഫിസിക്കലായിട്ട് പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിസിപ്ലിനറി ആയിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. ഇവൻ എന്റെ സ്കൂളിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു. ബട്ട് സ്റ്റിൽ അവർ പറയും ഡിസിപ്ലിന്റെ ഭാഗമാണ്. അതായത് വയലൻസ് ഈസ് ദ ആൻസർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മെന്റാലിറ്റി ആയിരുന്നു അവന്റെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ. ബട്ട് ഞങ്ങൾക്ക് പറ്റിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോങ് ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പറയുന്നത് ടീച്ചർ അല്ലേ അടിക്കും. അതും ഒരു അവയർനെസിന്റെ പ്രശ്നമാണ്. ബേസിക് ഹ്യൂമൻ റൈറ്റ്